വീട്ടിൽ താമസിക്കുന്നവർ, ഒരേ മുറിയിൽ ഉറങ്ങുന്നവർ, എന്നിട്ടും ആരും അറിഞ്ഞില്ല ആ വയറ്റിൽ ഒരു ജീവൻ വളരുന്നത്. തിരുവനന്തപുരം പൂഴനാട് പ്ലാവിള പുത്തൻ വീട്ടിലെ ആ കിടപ്പുമുറിയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് എന്താണ്? ഭർത്താവിനോ വീട്ടുകാർക്കോ ഒരു സംശയവും നൽകാതെ 9 മാസം ഒരു യുവതി ഗർഭം മറച്ചുവെച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലീസിനും നാട്ടുകാർക്കും പ്രയാസമാണ്. 2 വർഷം മുൻപാണ് അൽത്താഫും ഷമിനയും വിവാഹിതരായത്. അവർക്കൊരു 2 വയസ്സുകാരൻ മകനുമുണ്ട്. പ്രണയവും സന്തോഷവും നിറഞ്ഞ ആ കുടുംബത്തിലേക്ക് രണ്ടാമതൊരു അതിഥി കൂടി വരുന്നുണ്ടെന്ന വിവരം ഷെമിന എന്തിന് രഹസ്യമാക്കി വെച്ചു? അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും തലസ്ഥാന നഗരിയുടെ പ്രാന്തപ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത്. ഷമിന എന്ന 23-കാരിയാണ് തന്റെ രണ്ടാമത്തെ പ്രസവം വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവ് അൽത്താഫ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് രക്തം വാർന്ന് അവശയായി കിടക്കുന്ന ഭാര്യയാണ്. പരിഭ്രാന്തനായ അൽത്താഫ് ഷമിനയെ ആശുപത്രിയിൽ എത്തിക്കാൻ തുണി തിരയുന്നതിനിടയിലാണ് കട്ടിലിനടിയിൽ ആ കാഴ്ച കണ്ടത്. തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു നവജാത ശിശു. അതിവേഗം കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ പിഞ്ചു ജീവൻ അപ്പോഴേക്കും പൊലിഞ്ഞിരുന്നു. 9 മാസത്തോളം നീണ്ട ശാരീരിക മാറ്റങ്ങൾ ഭർത്താവ് പോലും ശ്രദ്ധിക്കാതെ പോയതെങ്ങനെ? ആശുപത്രിയിൽ പോകാനോ സഹായം തേടാനോ ഷെമിന തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട്? ആ കുഞ്ഞിന്റെ മരണം പ്രസവത്തിനിടയിലുണ്ടായ പിഴവാണോ, അതോ ബോധപൂർവം ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇതേ തുടർന്ന് ഉയരുന്നത്. അജ്ഞാതമായ പേടി കൊണ്ടോ അതോ മറ്റെന്തെങ്കിലും മാനസിക സമ്മർദ്ദം മൂലമാണോ ഷെമിന ഇങ്ങനെ ചെയ്തതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഷെമിന തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ ഈ ദുരൂഹതയുടെ ചുരുളഴിയും. അമ്മയാകുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്ന ഒരിടത്ത് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കട്ടിലിനടിയിലേക്ക് മാറ്റപ്പെട്ട വാർത്തയുടെ ഞെട്ടലിലാണ് കേരളം. ഇതാദ്യമല്ല കേരളം ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. കുറച്ചുകാലം മുൻപ് എറണാകുളം പറവൂരിലും സമാനമായ ഒരു സംഭവം നടന്നിരുന്നു. വീട്ടുകാർ അറിയാതെ യുവതി ശുചിമുറിയിൽ പ്രസവിക്കുകയും കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. പ്രസവ വിവരം പുറത്തറിയാതിരിക്കാൻ കുഞ്ഞിനെ മറവു ചെയ്ത രീതി പോലീസിനെ പോലും അമ്പരിപ്പിച്ചു. മലപ്പുറം ജില്ലയിലും മുൻപ് ഇത്തരത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഗർഭിണിയായ വിവരം ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ച യുവതി വീട്ടിലെ മുറിക്കുള്ളിൽ തന്നെ പ്രസവിച്ചു. ഗർഭകാലത്ത് ശാരീരിക മാറ്റങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും മറ്റും ഒളിച്ചു വെക്കുകയാണ് ഇത്തരം കേസിൽ പ്രതികൾ ചെയ്യുന്നത്. കാട്ടാക്കടയിലെ സംഭവത്തിലും പോലീസ് പരിശോധിക്കുന്നത് ഇതേ രീതികളാണ്. 9 മാസം ഒരു ഗർഭത്തെ ഒളിച്ചു വെക്കാൻ ഒരു യുവതിക്ക് കഴിയണമെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ബോധപൂർവമായ മറച്ചുവെക്കലോ ഉണ്ടായിരിക്കണം. അയഞ്ഞ മാക്സി ധരിച്ചും അമിതവണ്ണമാണെന്ന് വിശ്വസിപ്പിച്ചും ഗർഭാവസ്ഥ മറച്ചുവെക്കുന്ന പ്രവണത ഇത്തരം കേസുകളിൽ പൊതുവായി കണ്ടുവരുന്നു. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തിപരമായ തലത്തിലും സാമൂഹികമായ തലത്തിലും കൃത്യമായ ഇടപെടലുകൾ ആവശ്യമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ കുഞ്ഞിനെ വളർത്താൻ സാധിക്കില്ലെങ്കിൽ അതിനെ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന അറിവ് നൽകണം. ചുരുക്കത്തിൽ സ്നേഹപൂർണമായ കരുതലും കൃത്യമായ ആരോഗ്യ അവബോധവും ഉണ്ടെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും.